ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇവിടെ ഇപ്പോൾ വെതറൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. പഴയതുപോലെ സ്നോ ഒന്നുമില്ല, പതിയെ പതിയെ സ്പ്രിങ്ങിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഹായ് പറഞ്ഞേ എല്ലാവരോടും, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. അങ്ങനെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാനിന്നൊരു കേക്ക് റെസിപ്പി ട്രൈ ചെയ്യാണ്. ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മിക്ക ആൾക്കാർക്ക് മനസ്സിലായി കാണും, ഞാൻ ഈ അടുത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒരു സ്പഞ്ച് കേക്ക് റെഡിയാക്കാം. ഞാൻ അതിന് 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. മിക്കുള്ള ഒരു 3-4 മുട്ടയൊക്കെ എടുക്കും. ഞാൻ മിക്ക ബേക്കേഴ്സിൻ്റെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അവർ കൂടുതൽ എഗ്ഗ് യൂസ് ചെയ്യുന്നത് നല്ല ഹൈറ്റ് കിട്ടാനാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് 2 മുട്ട യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ ബേക്കറൊന്നുമല്ല, റീസെൻ്റ്ലിയാണ് എനിക്ക് ബേക്കിങ്ങിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ബീറ്ററൊന്നുമില്ല. ആൻഡ് ഈ ഒരു ബാറ്റർ ഞാൻ ഒരു വട്ടം മിക്സിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര നല്ല റിസൾട്ട് അല്ല കിട്ടിയിട്ടുള്ളത്, അത്ര ഹൈറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് കേക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ പോലെ ഫസ്റ്റ് ടൈമാണ് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നവർ ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്ത് നോക്കും. നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് കേക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പലർക്കും കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കാൻ നല്ല രീതിയിൽ അറിയാം, പക്ഷേ എന്നെ പോലെ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നവർക്കായിട്ടാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും പറയാൻ പോകുന്നത്. നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയുടെ വെള്ളയിലോട്ട് ഞാനൊരു 1/2 കപ്പ് പൗഡർഡ് ഷുഗർ, പിന്നെ 2 മുട്ടയുടെ മഞ്ഞ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വനില എസൻസും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് എണ്ണ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇനി മാവിടും. ആ മാവിടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള 1 കപ്പ് മാവിന്. പിന്നെ ഇത്രയും കാര്യങ്ങളിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ആൻഡ് ദെൻ ഏത് കുക്കറാണോ എടുക്കുന്നത് നിങ്ങൾ അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ ഓയിൽ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് വിട്ടുവരില്ല. ഇൻ കേസ് നിങ്ങളുടെ ബട്ടർ പേപ്പർ ഇല്ല, ദെൻ നിങ്ങൾക്ക് ആ കുക്കർ നല്ല രീതിയിൽ ഓയിൽ ചെയ്തിട്ട് അതിലോട്ട് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ബാറ്റർ വെച്ച് നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് അടച്ച് ഒരു അടിക്കട്ടിയുള്ള തവയുടെ പുറത്ത് ചെറിയ തീയിൽ ഒരു 40 മിനിറ്റ് വെച്ചാൽ നല്ല കിടുക്കാച്ചി ഒരു സ്പോഞ്ച് കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കാം. എന്നെപ്പോലെ ബേക്കിംഗ് ഒട്ടും പ്രൊഫഷണലി അറിയാത്ത ആൾക്കാർക്ക് ചെയ്യാമെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് പലർക്കും നല്ല രീതിയിൽ ബേക്ക് ചെയ്യാം. സോ ഗൈസ് ജസ്റ്റ് കം ഓൺ സ്റ്റാർട്ട് ബേക്കിംഗ്. നമ്മളൊരു മിൽക്ക് കേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു അടിപൊളി സിറപ്പ് അതിന് റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, കണ്ടൻസ് മിൽക്ക്, വാനില എസൻസ്, പിന്നെ ഫ്രഷ് ക്രീം. ഈ കണ്ടൻസ് മിൽക്കിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒരു ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, കാരണം ഞാനിത് ഞങ്ങളുടെ ഒരു സ്വീറ്റ്നെസ്സിന് അനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. മിക്ക ആൾക്കാരും മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. സോ അവർക്ക് കണ്ടൻസ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനിവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം ഈ ഒരു കേക്ക് ഞാൻ ഇക്കാകെ ചെയ്യുന്നുണ്ട്. ആളൊട്ടും ഒരു സ്വീറ്റ് പേഴ്സൺ അല്ല, ഐ മീൻ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോഞ്ച് കേക്ക് റെഡിയാക്കുമ്പോൾ മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചത്, അതായത് ഒരു 1/2 കപ്പ് ഷുഗർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഈ സിറപ്പൊക്കെ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു സ്വീറ്റ്നെസ് ആ കേക്കിൽ വരും. ദെൻ ഞാൻ കേക്ക് ഒരു 2 പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ബൗളിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല രീതിയിൽ സോക്ക് ആവുന്ന വരുന്നത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റ് ചെയ്യുന്ന മിക്സിയിലാണ്. ആ മിക്സി ഞാൻ ഒരു 24 hours ഫ്രീസറിൽ വെച്ചിട്ടാണ് അതിലിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാനൊരു അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് നൗ നമുക്ക് അതിൽ ഡെക്കറേറ്റ് ആവശ്യമായിട്ടുള്ള സ്ട്രോബെറി ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. ദെൻ ഞാൻ നല്ല രീതിയിൽ നമ്മുടെ സോക്കായിട്ടുള്ള കേക്ക് ബേസിലോട്ട് ഒരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കട്ടൊക്കെ ഇട്ടിട്ട് സ്ട്രോബെറി വെച്ച് അലങ്കരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൽ ബ്ലൂബെറി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ കേക്കിൻ്റെ സർഫേസ് ഏരിയ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ വെറും സ്ട്രോബെറി വെച്ചിട്ട് മാത്രമാണ് അത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എടാ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ക്യൂട്ടാണല്ലേ ആ കേക്ക് കാണാൻ. നമുക്കിനി കുറച്ച് നേരം കൂടി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും, കാരണം ബേക്കിംഗ് ഒട്ടും അറിയാത്ത ഞാൻ ഈ കേക്ക് ചെയ്ത്, അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് ലെവൽ വേറെ തന്നെയാണ്. പിന്നെ ഇക്ക പൊതുവെ കേക്ക് ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല. സോ പുള്ളിക്കിത് ഇഷ്ടപ്പെടുകയില്ലെന്ന് നമുക്കിനി സെർവ് ചെയ്തിട്ട് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് എന്ന്. അങ്ങനെ ഞാനൊരു പീസ് എടുത്ത് അത് സെർവ് ചെയ്തിട്ട് അതിലോട്ട് നല്ല രീതിയിൽ നമ്മുടെ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടോ? ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് പോലും ആൾ ഒരു റിപ്ലൈയും തരാതെ കേക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. ആൻഡ് ദാറ്റ്സ് ഹൗ വി സെലിബ്രേറ്റഡ് അവർ വാലന്റൈൻസ് ഡേ. ഇഷ്ടപ്പെട്ടോ? ഒരാളോടെ ഇതാണ് ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ് കേക്ക് എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു കേക്ക് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗൈസ്. ചെയ്തിട്ടില്ലാത്തൊരു ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അടിപൊളിയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.